ഫോൺ ചെയ്തപ്പം എന്നെ രഞ്ജിത്ത് ജി എന്നാണ് വിളിക്കുക, ജി എന്നേ വിളിക്കുകയുള്ളൂ. അപ്പോൾ ജി എന്താണ് എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ മോഹൻലാലിൻ്റെ സിനിമയിൽ എന്നാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അടുത്ത മാസം. അയ്യോ കാരണം ഇത് ഇപ്പോഴൊന്നും തീരുമാനിച്ച പടമാണ്. ഞാൻ പറഞ്ഞു ഉടനെ ഇപ്പോൾ തീരുമാനിച്ചിട്ടേ ഉള്ളൂ, ഇതാണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടെല്ലാം പറഞ്ഞിട്ട് കുറേ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ ക്ലാസ്, എൻ്റെ പ്രോഗ്രാംസ്, എൻ്റെ ഇന്ന ദിവസങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഈ കഥാപാത്രവും ഈ കഥയും കേൾക്കുമ്പോഴല്ലേ. ചിലപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് കഥ കേൾക്കുമ്പോൾ കൊള്ളില്ല, ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ കഥയൊന്ന് കേട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തരുണിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു തരുൺ വിളിക്കും, ഈ നമ്പറിൽ നിന്ന് വിളിച്ചാൽ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് കൊടുത്തു. പക്ഷെ നേരെ തിരിച്ച് സംഭവം വെച്ചാൽ രാവിലെ തരുൺ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ശോഭന തരുണിനെ വിളിച്ചു. നമ്മുടെ മറ്റുള്ളവരെ പോലല്ലോ, ഇത് രാവിലെ ഏറ്റവും ഏർലി മോർണിംഗ് എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമാതയുള്ള ഒരാളാണ് ശോഭന. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ വിളിച്ചപ്പം തരുൺ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ ഈ കോളടിക്കാൻ നോക്കുമ്പോൾ ശോഭന എന്നാ. അപ്പം തന്നെ നോക്കിയപ്പോൾ എന്താ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, വീഡിയോ കോളുവാ. ആ വീഡിയോ കോളിൻ്റെ ഇടയിൽ കൂടെ ഒരു ഷർട്ട് എടുത്തിട്ട് തന്നെ ഇങ്ങനെ പിടിച്ചിട്ടാണ് കഥ പറയുന്നത്. അപ്പോൾ അയാൾ ആദ്യമേ പതറി കഥ പറയാൻ പോകുന്നത്. അങ്ങനെ കഥ പറയുകയും ആ കഥ ശോഭനയ്ക്ക് ഭയങ്കര ഇഷ്ടമായി.